ഇതിൽ എന്തൊക്കെ ആഭരണങ്ങളുണ്ടെന്നൊന്ന് പറയാമോ? ആഭരണങ്ങളെല്ലാം നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. മെയിനായിട്ടുള്ള നമ്മുടെ തിരുമുഖം, അതിൻ്റെ പുറകെ വെക്കുന്ന ഇത് പ്രഭ, പിന്നെ വാള്, കുതിരയല്ല, കടുവ, ആന, ഇതൊക്കെയാണ് നമ്മുടെ. പിന്നെ നവരത്ന മോതിരമുണ്ട്. അതൊക്കെയാണ് നമ്മുടെ മെയിനായിട്ടുള്ളത്. പിന്നെ മാലകളുണ്ട്, അത് കുറച്ച് വെറൈറ്റി മാലകളുണ്ട്. അതെല്ലാം നമുക്കിവിടെ തിരുവാഭരണ ഹാളിൽ നമുക്ക് ഇവിടെ സ്ട്രോങ് റൂമിൽ കാണാൻ സാധിക്കും. ശബരിമല ദർശന പുണ്യത്തിനോടൊപ്പം ഏറ്റവും ഐശ്വര്യദായകമായ ഒരു അവസരം തന്നെയാണ് തിരുവാഭരണ ദർശനം എന്ന് പറയുന്നത്. തിരുവാഭരണ ദർശനം ഇപ്പോൾ പന്തളം കൊട്ടാരത്തിൽ നടക്കുകയാണ്. ഞങ്ങളവിടെ പന്തളം കൊട്ടാരത്തിന് സമീപത്തുള്ള നമ്മുടെ മഹാദേവ ക്ഷേത്രത്തിലാണ് ഇപ്പോഴുള്ളത്. ശ്രീ സുരേഷ് വർമ്മയാണ് എന്നോടൊപ്പം ഉള്ളത്. അദ്ദേഹം പന്തളം കൊട്ടാരത്തിൻ്റെ നിർവാഹക സമിതി സെക്രട്ടറിയാണ്. അദ്ദേഹത്തോട് നമുക്ക് തിരുവാഭരണ ഘോഷയാത്രയെക്കുറിച്ചും അതിൻ്റെ പൈതൃകത്തെക്കുറിച്ചുമൊക്കെ കൂടുതൽ ചോദിച്ചറിയാം. തിരുവാഭരണ ദർശനം എന്ന് പറയുന്നത് തന്നെ വളരെ പുണ്യമാണ്. അതെല്ലാവർക്കും സാധിക്കുന്ന ഒന്നല്ല. ഈ സമയത്ത് വന്നു പറ്റിയാൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ആ പൈതൃകത്തിൻ്റെ ആ ഒരു പുണ്യം എത്രത്തോളമാണ് എന്നൊന്ന് പറയാമോ? സ്വാമി ശരണം. തിരുവാഭരണ ദർശനം നമുക്ക് പന്തളത്തുള്ളത് വൃശ്ചികം മണ്ഡല മകരവിളക്കിൻ്റെ കാലത്ത് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഭക്തജനങ്ങൾക്ക് അതുകൊണ്ട് തന്നെയാണ് ഈ സമയത്ത് തൊഴുന്നതിൻ്റെ ഒരു പുണ്യം. കാര്യം സാധ്യമാവുന്ന ഈ സമയത്ത് മാത്രമേ നമുക്കിവിടെ സാധ്യമാവുകയുള്ളൂ. തിരുവാഭരണം നമുക്ക് ദർശിക്കാം. ഉത്രത്തിന് നമ്മുടെ ഇവിടുത്തെ ശാസ്താ ക്ഷേത്രത്തിൽ തിരുവാഭരണ ദർശനം ഉത്രമഹോത്സവത്തിന് ഉണ്ടായി. അന്ന് കളഭം ഉണ്ട്, വൈകിട്ടും രാത്രിയിലും എഴുന്നള്ളത്തുണ്ട്. അന്ന് ഒരു ഉത്സവമാണ്, അയ്യപ്പൻ്റെ ജന്മദിനമാണ്. അതുപോലെ നമുക്കിവിടെ തിരുവാഭരണ ദർശനം മറ്റൊരവസരത്തിലും കൂടെ ഭക്തജനങ്ങൾക്കുണ്ടാകുന്ന ക്ഷേത്രത്തിൽ തന്നെയാണ്. അത് വിഷുവിന് നമ്മൾ കണി കാണുന്നത്, കണി ഒരുക്കി വെച്ചിട്ട് തിരുവാഭരണ ദർശനം വിഷു ദിവസം നമുക്കിവിടെ ക്ഷേത്രത്തിലുണ്ടായിരിക്കും. ഈ 2 ദിവസങ്ങളിലും മാത്രമേ, ഈ മണ്ഡലക്കാലം കഴിഞ്ഞാൽ ഈ 2 ദിവസങ്ങളിൽ മാത്രമേ ഭക്തജനങ്ങൾക്ക് തിരുവാഭരണ ദർശനം ഉണ്ടാകുകയുള്ളൂ. അതുപോലെ നമ്മുടെ ഈ സ്ട്രോങ് റൂമിലുള്ള തിരുവാഭരണ ദർശനവും മറ്റതും തമ്മിൽ വ്യത്യാസമുണ്ട്. കാര്യം അവിടെ വെക്കുന്ന തിരുമുഖവും പ്രഭയും അത്യാവശ്യ സാധനങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. മറ്റേ ഇവിടെ എല്ലാ സമയങ്ങളും കൂടെ വരുമ്പോൾ അതിൻ്റെ ഒരു ദർശന സുഖം ഒന്ന് വ്യത്യാസമുണ്ട്. ഇതിൻ്റെ പിന്നിൽ ഐതിഹ്യം, തിരുവാഭരണം എന്ന ആ ആഭരണങ്ങളുടെ ഐതിഹ്യം, അത് അയ്യപ്പൻ അറിയാമല്ലോ, പന്തള രാജാവിൻ്റെ വളർത്ത് പുത്രനാണ് അയ്യപ്പൻ. നമുക്ക് പമ്പയിൽ നിന്ന് നായാട്ടിന് പോയപ്പോൾ കിട്ടിയ ബാലകൻ ആണ്. അത് പന്തളത്ത് കൊട്ടാരത്തിൽ വരികയും ഇവിടെ വളരുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അവതാര ഉദ്ദേശങ്ങളെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് പോവുകയാണ്. അതിനുശേഷം മകനെ കാണാൻ, യോദ്ധാവായ മകനെ കാണാൻ വേണ്ടിയിട്ട് യോദ്ധാസങ്കല്പത്തിലാണ് നമ്മൾ അണിഞ്ഞ് കാണാൻ വേണ്ടിയിട്ടാണ് തിരുവാഭരണം രാജാവ് പണി കഴിപ്പിച്ച് ആ തിരുവാഭരണം കൊണ്ടുപോയി അണിഞ്ഞ് കാണുന്ന ഒരു ചടങ്ങാണ് തിരുവാഭരണം. അവിടെ ചെന്ന് അത് ദർശിക്കുന്നത്. ഇതിൽ എന്തൊക്കെ ആഭരണങ്ങളുണ്ടെന്നൊന്ന് പറയാമോ? ആഭരണങ്ങളെല്ലാം നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. മെയിനായിട്ടുള്ള നമ്മുടെ തിരുമുഖം, അതിൻ്റെ പുറകെ വെക്കുന്ന ഇത് പ്രഭ, പിന്നെ വാള്, കുതിരയല്ല, കടുവ, ആന, ഇതൊക്കെയാണ് നമ്മുടെ. പിന്നെ നവരത്ന മോതിരമുണ്ട്. അതൊക്കെയാണ് നമ്മുടെ മെയിനായിട്ടുള്ളത്. പിന്നെ മാലകളുണ്ട്, അത് കുറച്ച് വെറൈറ്റി മാലകളുണ്ട്. അതെല്ലാം നമുക്കിവിടെ തിരുവാഭരണ ഹാളിൽ നമുക്ക് ഇവിടെ സ്ട്രോങ് റൂമിൽ കാണാൻ സാധിക്കും. ഒന്ന് ചോദിച്ചോട്ടെ, ചോദിക്കുന്നത് തെറ്റാണ്, ക്ഷമിക്കുക. എന്തുകൊണ്ടാണ് അങ്ങ് എല്ലാം പറയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ പറയാൻ പറ്റാത്തതുകൊണ്ടല്ല പറഞ്ഞ്. അത് കുറേ സാധനങ്ങളുണ്ട്. എല്ലാം ലിസ്റ്റ് എനിക്കിപ്പോൾ ഇങ്ങനെ പറയാം. കാര്യം മാലകളുണ്ട്, ശരപ്പുളി മാല, മറ്റേ എരിക്കുംപൂ മാല, അങ്ങനെയുള്ള മാലകൾ കുറേ ഐറ്റംസ് ഉണ്ട്. അതെല്ലാം കൂടെ പറയാനുള്ള ബുദ്ധിമുട്ടുള്ള, അല്ലാണ്ട് നമുക്ക് പറയുന്നതിനുള്ള ബുദ്ധിമുട്ടല്ല. അതെല്ലാം കൂടി ഇപ്പോൾ എനിക്ക് ഓർമ്മ കിട്ടത്തില്ല. അതുകൊണ്ട് എങ്ങനെയാണ് തിരുവാഭരണ ഘോഷയാത്രയുടെ ചടങ്ങുകൾ? തിരുവാഭരണ ഘോഷയാത്ര നമുക്ക് ഇവിടുന്ന് ജനുവരി 12-നാണ് നമ്മുടെ സ്ട്രോങ് റൂമിൽ നിന്നും അത് ഇവിടെ നമ്മുടെ വലിയ കോയിക്ക ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് രാവിലെ പോകുന്നത്. ഇവിടെ 4 മണിയാകുമ്പോൾ നമ്മുടെ സ്ട്രോങ് റൂമിൽ തിരുവാഭരണങ്ങളെല്ലാം പേടകത്തിനകത്താക്കി പുറത്തെടുത്ത് വെച്ച്
തിരുവാഭരണ വാഹകരെല്ലാം ഇവിടെ വന്ന് വല്യമ്പരാൻ്റെ കയ്യിൽ നിന്ന് മാലയിട്ട് തിരുവാഭരണം പെട്ടി പൂജിച്ച് ഇത് ശിരസിലേറ്റി അമ്പലത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അമ്പലത്തിനകത്തേക്ക് പോകുന്ന മെയിനായിട്ടുള്ള പെട്ടി മാത്രമേ തിരുവാഭരണത്തിൻ്റെ പെട്ടി മാത്രമേ ക്ഷേത്രത്തിനുള്ളിലേക്ക് പോവുള്ളൂ. ബാക്കി നമ്മളെ കലശത്തിനുള്ള കുടമുണ്ട്, ചെറിയ കുടപ്പെട്ടിയുണ്ട്. അന്ന് അവിടെ തിരുവാഭരണം മകരം 5-ാം തീയതി സന്നിധാനത്ത് നടക്കുന്ന കളഭ പൂജയ്ക്കുള്ള കുടമാണ്, സ്വർണ്ണക്കുടം. ആ കുടവും പിന്നെ അവിടെ ആന എഴുന്നള്ളിപ്പിനുള്ള തിടമ്പ്, നെറ്റിപ്പട്ടം മുതലായ കൊടി ഇതെല്ലാം കൂടെ അടങ്ങിയാണ് വലിയ കൊടിപ്പെട്ടി. ആ 2 പെട്ടികളും ദേവസ്വം ഓഫീസിലേക്ക് തന്നെയാണ് മാറുന്നത്. അത് കഴിഞ്ഞാൽ തിരുവാഭരണപ്പെട്ടി അകത്ത് ചെന്ന് കഴിഞ്ഞാൽ അതെല്ലാം അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് അവിടെ പൂജാരി അതിന് പൂജ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ ദർശനം സാധ്യമാവുകയാണ്. അത് ഉച്ചയ്ക്ക് 12 മണി വരെ ആയിരിക്കും ക്ഷേത്രത്തിൽ തിരുവാഭരണ ദർശനം ഉണ്ടായിരിക്കുന്നത്. 12 മണിക്ക് ശേഷം ഭക്തജനങ്ങൾക്ക് പിന്നെ പ്രവേശനം കാണില്ല. കാര്യം അതിനുശേഷം ചില ചടങ്ങുകൾ അവിടെ നടക്കുന്നുണ്ട്. ഒന്ന് മെയിനായിട്ടുള്ള ചടങ്ങ്, പോകുന്ന രാജപ്രതിനിധിക്ക് ഒടവാൾ ക്ഷേത്ര ശ്രീകോവിൽ പൂജിച്ച് വലിയ തമ്പുരാൻ്റെ പ്രതിനിധി ഒരാൾ കാണും. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് രാജപ്രതിനിധിക്ക് ഇത്തവണ പോകുന്ന രാജപ്രതിനിധിക്ക് ആ ഒടവാൾ കൊടുക്കുന്ന ഒരു ചടങ്ങാണ് മെയിനായിട്ടുള്ളത്. അതിനുശേഷം തിരുവാഭരണങ്ങളെല്ലാം പെട്ടിയിലാക്കി നീരാഞ്ജനം ഒഴിഞ്ഞ് മേശാന്തി, അതിനുശേഷം ആ സമയമാകുമ്പോഴത്തേക്ക് ഏതാണ്ട് 1 മണിയാവും. ആകാശത്ത് കൃഷ്ണപ്പരുന്ത് വട്ടമിട്ട് പറക്കുന്നുണ്ടായിരിക്കും. ആ സമയമാകുമ്പോൾ നമ്മൾ തിരുവാഭരണം വാഹകരുടെ ശിരസിലേറ്റി കൊടുക്കുക. അങ്ങനെയാണ് യാത്ര അന്ന് ആരംഭിക്കുന്നത്. നമുക്ക് അത് തിരുവാഭരണം ചുമന്നുകൊണ്ടുപോകാൻ പ്രത്യേക 41 ദിവസമല്ല, അതിൽ കൂടുതൽ ഈ 1-ാം തീയതി തൊട്ട് തന്നെ വ്രതമെടുത്തിരിക്കുന്ന അയ്യപ്പ ആൾക്കാരുണ്ട്, സെലക്ടഡായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരാണ് ഈ തിരുവാഭരണം വഹിച്ചുകൊണ്ട് ഇവിടെ നിന്നുള്ള യാത്ര പോകുന്നത്. ആദ്യത്തെ ദിവസം അയിരൂർ പുതിയാവ് ക്ഷേത്രത്തിലായിരിക്കും ക്യാമ്പ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് 2-ാമത്തെ ദിവസം അവിടുന്ന് യാത്ര തുടർന്നാൽ ലാഹ എസ്റ്റേറ്റിൽ, ഫോറസ്റ്റിൻ്റെ ലാഹ എസ്റ്റേറ്റ് ഉണ്ട്, ലാഹയിലായിരിക്കും ക്യാമ്പ് ചെയ്യുന്നത്. അവിടുന്ന് യാത്ര തുറന്ന് പമ്പയിൽ വലിയാനവട്ടത്തെത്തുകയും അവിടുന്ന് നീലിമലത്തോട് കയറി ശരംകുത്തിയിൽ വൈകുന്നേരം ആകുമ്പോഴത്തെ എത്തും. ഒരു 6 മണിയാകുമ്പോഴത്തെ ശരംകുത്തിയിലെത്തും. ശരംകുത്തിയിൽ നിന്ന് ദേവസ്വം അധികാരികൾ വന്ന് പേടകങ്ങൾ സ്വീകരിച്ച് സന്നിധാനത്തേക്ക് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അവിടെ സന്നിധാനം ശ്രീകോവിലേക്ക് പോകുന്നത് മെയിൻ പെട്ടിയായ ഈ പെട്ടി മാത്രമായിരിക്കും. ശ്രീകോവിലേക്ക് ചെല്ലുകയും അവിടെ മേശാന്തി അത് ഏറ്റുവാങ്ങി തിരുവാഭരണമൊക്കെ ചാർത്തി നടയടച്ച് തിരുവാഭരണം ചാർത്തി അത് കഴിഞ്ഞിട്ട് ദീപാരാധന നട തുറന്ന് ദീപാരാധനയും തുടങ്ങും. മറ്റ് 2 പെട്ടികളും അവിടുന്ന് പോകുന്ന ഈ പറഞ്ഞ പോലെ മാളികപ്പുറത്തേക്കാണ് 2ഉം പോകുന്നത്. മാളികപ്പുറത്തായിരിക്കും ആ പെട്ടികൾ ഇടുന്നത്. ശരിക്കും ഒരു പൈതൃകത്തിൻ്റെ, അതുപോലെ തന്നെ ഇപ്പോഴും തുടർന്നു വരുന്ന ഒരു ആചാരത്തിൻ്റെ ഭാഗമാകാൻ കഴിയുന്നതിൽ അങ്ങയുടെ ഒരു പങ്കും അങ്ങയുടെ ഒരു പുണ്യമായി കരുതുന്നത്, അങ്ങയുടെ ജീവിതത്തിൻ്റെ ഒരു ജന്മത്തിൻ്റെ ഒരു നിയോഗമായിട്ട് കാണുന്നത് എങ്ങനെയാണ് അങ്ങ് ഇതിനെ കാണുന്നത്? തീർച്ചയായിട്ടും നമ്മുടെ ഈ പന്തളം കൊട്ടാരത്തിലെ ഒരു അംഗമാകാൻ, ഈ കൊട്ടാരത്തിലെ ഒരു ജനിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ ഇപ്പോൾ ഈ ഉത്തരവാദിത്തങ്ങൾ എടുത്ത് ചെയ്യുന്നതിലും വളരെയധികം സന്തോഷമുണ്ട്. എല്ലാം ഭക്തജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു പുണ്യകർമ്മമായിട്ട് തന്നെ നമ്മൾ കണക്കാക്കുക.